بسم الله بسم الله الرحمن الرحيم وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين وبعد. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഫളായിലുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതിൽ ഒന്നാമത്തെ ഫളായില് ജുമാ നമസ്കാരം. വെള്ളിയാഴ്ചത്തെ ഫളില് ആദ്യത്തെ ഫളിൽ എന്താണ്? എങ്ങനെയെങ്കിലും ആർക്ക്? പുരുഷന്മാർക്ക് ജുമാ നമസ്കാരം, പെണ്ണുങ്ങൾക്ക് ജുമാ നമസ്കാരമില്ല. അപ്പൊ പെണ്ണുങ്ങൾ സങ്കടപ്പെടും. എന്താ ഞങ്ങൾക്ക് ഫർദില്ലെങ്കിൽ രക്ഷപ്പെട്ടില്ലേ? അല്ലാഹ് വെള്ളിയാഴ്ച കുറിച്ച് കുട്ടികളെ നോക്കൂ. കുട്ടികൾ കുട്ടി 7 വയസ്സ് 8 വയസ്സ് 9 വയസ്സ് അത് നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കാരം അതിന് സുന്നത്താണ്, ഫർദില്ല. അല്ലാഹ് ചോദിക്കില്ല. അല്ലാഹ് എപ്പോ ചോദിക്കും? പ്രായപൂർത്തിയെത്തിയാല് ചോദിക്കും. ഒരുപാട് പെണ്ണുങ്ങൾ വിചാരിക്കുന്നത് നമുക്ക് ചുമ്മാ ഇല്ല, ഫർദില്ലെങ്കിൽ ആണുങ്ങൾ ട്രാപ്പിലാവുന്നത് ഇതിലല്ലേ. ഹൈദ് ആയിരിക്കും നിസ്കാരം ഫർദില്ല. അപ്പൊ ആ ദിവസത്തെ കുറിച്ച് അല്ലാഹ് ചോദിക്കില്ലല്ലേ. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്. 30 ദിവസത്തിൽ 6 ദിവസം 7 ദിവസം എന്തില്ല നിസ്കാരം ഫർദില്ല. അല്ലാഹു തആല സ്ത്രീകൾ അവരുടെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ, ഹാർമോണിക് ചേഞ്ചസ് എന്ന് ഇംഗ്ലീഷിൽ പറയും, they are going through a lot of difficulties during that period. Menstruation period എന്ന് പറയുന്നത് they have a lot of difficulties. അത് ഓരോ പെണ്ണും ഓരോ രീതിയിലുള്ള പ്രയാസങ്ങൾ അവൻ അനുഭവിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല, സൗദി അറേബ്യയിലെ അഡ്വൈസർ ടു ദി യുനെസ്കോ, ബഹ്റൈനിന് പോലും 25 വർഷത്തിന് പ്രാവശ്യം ഒരിക്കൽ അദ്ദേഹം വന്നത്. അദ്ദേഹം എഴുതിയ കിതാബിൽ പറഞ്ഞ തബീബ് എന്നൊരു കിതാബിൽ പറഞ്ഞത്, പെണ്ണുങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ബ്ലഡ് ചേഞ്ചസ് പുരുഷന്മാരുടെ ശരീരത്തിലാണ് നടക്കുന്നതെങ്കിൽ ഓരോ മാസവും ലക്ഷക്കണക്കിന് പുരുഷന്മാർ മരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളുടെ ശരീരത്തെ ഒരു ഫാക്ടറി ആയിട്ട്, ഒരു ലബോറട്ടറി ആയിട്ട്, അതായത് 9 മാസം ചുമക്കുമ്പോൾ ഒരു ഡോക്ടർ ഒന്ന് ഒരു ചെറിയ ഒരു കുറവുണ്ടെങ്കിൽ അവൻ പറയും, കുട്ടിക്ക് 11 വയസ്സാവട്ടെ എന്ന്. ഒരു 8-9 മാസം കൊണ്ട് ഒരു കുഞ്ഞിനെ പൂർണ്ണമാക്കി എടുക്കുന്ന ഒരു ലബോറട്ടറിയാണ് പെണ്ണ്. അള്ളാഹുവിന്റെ സൃഷ്ടി. അതിന്റെ തുടക്കം മുതലേ അവൻ തയ്യാറാക്കി വെക്കുന്നു, ഗർഭപാത്രത്തെ തയ്യാറാക്കി വെക്കുന്നു. ഇതൊക്കെ ഖുർആനും സുന്നത്തും പഠിച്ചാൽ അവിടെ ഇരുന്ന് ആലോചിക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് എന്തില്ല? ജുമാ ഫർദില്ല, രക്ഷപ്പെട്ടില്ല. അള്ളാഹ് ചോദിക്കൂലല്ലോ. സക്കാത്ത് ഫർദില്ലാത്ത പാവപ്പെട്ടവരുടെ സക്കാത്തിനെ കുറിച്ച് അള്ളാഹ് ചോദിക്കുമോ? ചോദിക്കൂല. അങ്ങനെയാ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പുരുഷന്മാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അഫ്ദലായത് ഏതാണ്? ജുമാ നമസ്കാരം. കാരണം സലവാത്ത് ജുമാ ഇലൽ ജുമാ കഫാറത്തുൻ. 5 വഖ്ത് നമസ്കാരവും അതിന്റെ കൂടെ പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുമയും നമസ്കരിച്ചാല് അതിന്റെ ഇടയ്ക്കിലുള്ള പാവങ്ങളൊക്കെ അല്ലാഹു പുറത്ത് കൊടുക്കുന്നതാണ്. ഈ നിജിത്തുനിബത്തിൽ കബായിർ അതല്ല പ്രഭുവിൽ അവന്റെ മോടുതന്നെ അടിച്ചിഞ്ഞു വെച്ചിട്ട് കബയിലല്ല, ഈ കാബയ്ക്കകത്ത് കയറി ഇരുന്നാലും ഒരു രക്ഷയും ഇല്ലടാ തമ്പി, അത് മുടിച്ചിടണം. കബായർ. മാതാപിതാക്കളെ ഉപദ്രവിച്ചു. ഇസ്ലാമാണിത്, ചിട്ടയാണ്, ചില നിയമങ്ങളുണ്ട്, അത് പാലിക്കണം. എന്തെങ്കിലും കുറെ ചെയ്തു അത് ഇസ്ലാമാവില്ല. അപ്പൊ 5 വഖ്ത് നമസ്കാരം, പ്രത്യേകിച്ചും വെള്ളിയാഴ്ചയിൽ നമസ്കരിച്ചാൽ എന്താണ്? അവന്റെ പാപങ്ങൾ 7 ദിവസം. ഇവിടെയൊക്കെ സന്തോഷിക്കും, വല്ലാഹി സന്തോഷിക്കും മൂമിൻ. അല്ലാഹ്, കഴിഞ്ഞ ആഴ്ച 7 ദിവസവും ഞാൻ ഖളാ ആവാണ്ട് നിസ്കരിച്ചു. അതെ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നവരെ കേൾക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബാക്കി അടുത്ത ആഴ്ച പറയാം. സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൽ ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈമാൻ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഇദാ സറത്ക ഹസനതുക വസാഅത്ക സയ്യിഅതുക അന്ത മൂമിൻ. സഹാബാക്കൾ ഈമാൻ നല്ലത് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ശുക്ർ ചെയ്യുന്ന ഒരു സ്വഭാവം വരണം.
ഞാൻ അറബി നാട്ടിൽ പറയാറുണ്ട്, ഈ മാസം മക്കൾക്ക് ചെലവിന് അയക്കുമ്പോ നീ കരുതണം, പടച്ചവനെ അടുത്ത മാസം ഞാനുണ്ടാവുമോ. മക്കളും ഓർക്കണം, പാപ്പാടെ തീറ്റിയാണ് ഇപ്പൊ വരുന്നത്. പണ്ട് പോസ്റ്റ്മാൻ അവർക്ക് വല്ലതും കിട്ടും, അതൊന്നുമില്ല. പക്ഷേ ഞാൻ വല്ലാഹി പറയാറുണ്ട്, ഈ മാസം നിന്റെ ഭാര്യയ്ക്ക് നീ ചെലവിനയക്കുമ്പോ നീ ആലോചിക്കണം, അള്ളാഹു നിനക്ക് തന്ന നിഅമത്ത് നാളെ ആഖിറത്തിൽ ഹസനാത്ത്. പക്ഷെ അടുത്ത ആഴ്ച, അടുത്ത മാസം പടച്ചവനെ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ഞാൻ ഉണ്ടാവുമോ. നീ ആഗ്രഹിക്കണം, എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ഞാൻ ഉണ്ടാവണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ സറത്തിക ഹസൻ, നല്ല കാര്യം ചെയ്യാൻ തോന്നുമ്പോ ഒരു സന്തോഷം തോന്നണം. അൽഹംദുലില്ലാഹ് എന്റെ മക്കൾക്ക് ചെലവിന് കൊടുത്തു. നല്ല കാര്യം, ദൂരെ ഹജ്ജിന് പോവല്ലേ, ഭാര്യയ്ക്ക് കൊണ്ടു കൊടുത്തു. വല്ലാഹി ഈ ഉള്ളവൻ എൻ്റെ വാപ്പ ഒരു 1960-61 ബസ് സ്റ്റാൻഡിൽ വരുമ്പോ പഴം വാങ്ങിക്കുമ്പോ കൂടെ തങ്ങന്മാർക്ക് ചില ആളുകൾ ഉണ്ടാവുമല്ലോ, നമ്മളെ ഭാഷയിൽ ചിഞ്ചി, തങ്ങളെ ആ പഴത്തെഞ്ച താറുങ്കോ എൻ്റെ വാപ്പ പറയും, ഞാൻ ചെമക്കട്ടി എൻ്റെ മക്കൾക്ക് എനിക്ക് അള്ളാഹുവിന്റെ കൂലി കിട്ടട്ടെ. ഞാൻ ഇപ്പോ അൽ-ഹാവിയിൽ ഫതാവി എന്നുള്ള കിതാബിൽ വായിക്കുന്നു, ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, മൻ ശറാലി ഇയാലിഹി ശൈഅൻ, ഹദീസ് എങ്ങനെയോ, മൻ ശറാലി ഇയാൽ മനിഷ്തറാലി ഇയാലിഹി ശൈഅൻ ثم حمل بيده غفر الله له ذنب 70 سنة. മക്കൾക്ക് വേണ്ടി ആഹാരം വാങ്ങിച്ചുകൊണ്ട് ചുമന്നു പോകുന്ന, മക്കൾക്ക് വേണ്ടി ആഹാരം വാങ്ങിച്ചു, മനിഷ്തറാലി ഇയാല, കൊട്ടാരമല്ല, മനിഷ്തറാലി ഇയാലിഹി ശൈഅൻ ثم حمل മക്കൾക്ക് വേണ്ടി ആഹാരം വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോ അവനിക്ക് വേണ്ടി അവന്റെ 70 വർഷ പാവങ്ങളെ പുറത്തു കൊടുക്കപ്പെടുന്നുള്ള ഒരു ഹദീസ് ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബിൽ എഴുതി വെച്ചു. അപ്പോ യാ റസൂലല്ലാഹ് മൽ ഈമാൻ, ഈമാൻ ഉണ്ട് നിങ്ങൾ അറിയാം. ഇതാ സർറത്തിക ഹസനത്തുക, നല്ല കാര്യം ചെയ്യുമ്പോ സന്തോഷം. ഇന്ന് സുബഹിസ്കരിച്ചില്ല, അൽഹംദുലില്ലാഹ് എനിക്ക് സുബഹിസ്കരിച്ചാൽ ഇതുവരെയുള്ള ഫർദ് വീടാൻ റബ്ബ് ബാക്കി ഒരു സന്തോഷം വരണം. സാഅത്തുക സയ്യതുക, വാപ്പായോടൊന്ന് മോശമായിട്ട് പെരുമാറാൻ പോയി മനുഷ്യൻ കുറെ കഴിയുമ്പോ വാപ്പായോട് അങ്ങനെ പറയണ്ടായിരുന്നു എന്നെങ്കിലും തോന്നിയില്ലെങ്കിൽ അവനിക്ക് ഈമാനില്ല. അതാണ് ഇപ്പൊ നടക്കുന്നത്. ഇൽമാണ് ഇമാമു, അമല് പിന്നീടാണ്. അതുകൊണ്ടാണ് ഈ പള്ളിയിൽ ബാക്കവിയാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ദിവസം ഖുർആൻ, മൽ ഈമാൻ, ഈമാൻ ഉണ്ട് നിങ്ങൾ അറിയാം. ഇതാ സർറത്തിക ഹസനത്തുക, നല്ല കാര്യം ചെയ്യുമ്പോ സന്തോഷം. ഇന്ന് സുബഹിസ്കരിച്ചില്ല, അൽഹംദുലില്ലാഹ് എനിക്ക് സുബഹിസ്കരിച്ചാൽ ഇതുവരെയുള്ള ഫർദ് വീടാൻ റബ്ബ് ബാക്കി ഒരു സന്തോഷം വരണം. സാഅത്തുക സയ്യതുക, വാപ്പായോടൊന്ന് മോശമായിട്ട് പെരുമാറാൻ പോയി മനുഷ്യൻ കുറെ കഴിയുമ്പോ വാപ്പായോട് അങ്ങനെ പറയണ്ടായിരുന്നു എന്നെങ്കിലും തോന്നിയില്ലെങ്കിൽ അവനിക്ക് ഈമാനില്ല. അതാണ് ഇപ്പൊ നടക്കുന്നത്. ഇൽമാണ് ഇമാമു, അമല് പിന്നീടാണ്. അതുകൊണ്ടാണ് ഈ പള്ളിയിൽ ബാക്കവിയാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ദിവസം ഖുർആൻ, ഒരു ദിവസം ഹദീസ്, ഒരു ദിവസം ഫിഖ്, ഒരു ദിവസം അഖ്ലാഖ്. വീട്ടിൽ പെണ്ണുങ്ങൾ ഇരിക്കുന്നു, അള്ളാഹ് തേങ്ങാപ്പട്ടണത്തെ സ്ത്രീകൾ, അള്ളാഹുർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ദിവസം ഖുർആന്റെ ഒരു ഹദീസ്, ഒരു ദിവസം ഹദീസ്, ഒരു ദിവസം ഫിഖ്, ഒരു ദിവസം അഖ്ലാഖ്. ഇങ്ങനെ പഠിപ്പിച്ചില്ലെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാട്ടെ. അതുകൊണ്ട് നമ്മളെ ബാക്കവി എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഈ സനദുകളിൽ വളരെ അഖ്ദം സനദ്, വെല്ലൂര് ഒരുപാട് കാര്യങ്ങൾക്ക് മുൻപിൽ നിൽക്കും. ഞാനത് പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾക്ക് വേലൂർ മുമ്പാണ്. അതിൽ ഈ ബാക്കവി സനദൊക്കെ വാങ്ങിച്ചവര് അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ കുറച്ച് ജോലി ചെയ്യേണ്ടി വരും. ഈ മരുന്ന് പച്ചല അന്വേഷിച്ച് നടക്കുമ്പോൾ കാണൂല, അതറിഞ്ഞവൻ പോലും ഇടയിൽ നിന്ന് തേടി പിടിക്കേണ്ടി വരും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏതായാലും വെള്ളിയാഴ്ച ദിവസത്തെ ഏറ്റവും അഫ്ളലായ അമലേത് ജുമാ നമസ്കാരം. അത് കഴിഞ്ഞാൽ ഇതോടുകൂടി ഇന്നത്തെ കാര്യം ഇൻഷാ അല്ലാഹ് ബാക്കി അള്ളാഹ് തൗഫീഖ് ചെയ്താൽ അഫ്ളൽ സ്വലാത്തി
സലാത്തു സുബ്ഹി യൗമുൽ ജുമുഅത്തിൽ ബിൽ ജമാഅ, ഏറ്റവും അഫ്ളലായ നമസ്കാരം ജുമുഅ കഴിഞ്ഞാൽ സുബഹി. എല്ലാ ദിവസവും ഏറ്റവും അഫ്ളലായ നമസ്കാരം സുബഹി നമസ്കാരം. അതും ജുമുഅന്റെ ദിവസത്തെ സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിക്കലാണ് ഏറ്റവും അഫ്ളലായ നമസ്കാരം. അത് കഴിഞ്ഞാൽ ഇന്നത്തെ മൂന്നാമത്തെ അമല് ഏതാണ്? കുളി സുന്നത്താണ് അല്ലെങ്കിൽ വാജിബാണ്. നാലാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സലാത്ത്. അഞ്ചാമത്തേത് സൂറത്തുൽ കഹ്ഫ്. ആറാമത്തേത് എല്ലാവരോടും ഞാൻ പറയുന്നു, ഫീഹി സഅത്തുൻ ലാ യുവാഫിഖുഹാ അബ്ദു മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ ഷൈഅൻ ലാ തഅ. ഒരു സമയമുണ്ട്, അത് ദുആക്ക് ഇജാബത്തിന്റെ സമയമാണെന്ന് പറഞ്ഞത് 24 മണിക്കൂറുകൾക്കിടയിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മഗ്രിബിനോട് അടുക്കുന്ന വഖ്താണ്. ആവശ്യമുള്ളവർ, അള്ളാഹനെ ആവശ്യമുള്ളവർ കഴിഞ്ഞിട്ടും അള്ളാഹനെ ആവശ്യമില്ലാത്തവർ കഴിഞ്ഞിട്ടൂല, അത്രേ ഉള്ളൂ ട്ടാ. അള്ളാഹനെ ആവശ്യമുള്ളവർ കഴിഞ്ഞിട്ടുമെന്ന് അള്ളാഹ് റസൂൽ പറഞ്ഞ ഹദീസ് ഞാൻ ഇപ്പൊ പറഞ്ഞു നീട്ടുന്നില്ല. വെള്ളിയാഴ്ച ദിവസം എന്റെ സഹോദരിമാരെ, എല്ലാ ദിവസവും നിങ്ങൾ മഗ്രിബിന് മുമ്പ് പായലിരിക്കണമെന്നില്ല. ചില ദിവസമെങ്കിലും എന്റെ മോന്റെ പരീക്ഷ നാളെ, അള്ളാഹനോട് പറയ്. എന്റെ ഭർത്താവ് നാളെ ഒരു ഇന്റർവ്യൂവിന് പോകുന്നു, അള്ളാഹനോട് പറയ്. നിനക്ക് വേണ്ടിയിട്ടല്ല അവൻ പോകുന്ന ഓരോ വാതിലുകളിലും മുട്ടുമ്പോ ഒരു നല്ല ഭർത്താവിന്റെ കണ്ണിൽ കാണുന്നത് എന്താ? അള്ളാഹു റസൂലും കഴിഞ്ഞാൽ എന്തിനാ അവൻ കാണുക? കണ്ട പെണ്ണുങ്ങളെയാ. ശുദ്ധഭാഗ്യം. എന്റെ മക്കൾ ഗൾഫിൽ അധ്വാനിക്കുമ്പോ ഞാൻ പറയാറുണ്ട്, രക്തഓട്ടമുള്ളവൻ അവിടെ നിൽക്കൂല. അറബി അറിയാണ്ടിരിക്കൽ ഏറ്റവും നല്ലതാണ്. ഏറ്റവും ചില കമന്റുകളൊക്കെ കേൾക്കുമ്പോൾ തോന്നും ഓട്ടന്റെ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകാൻ തോന്നും. പക്ഷേ എന്റെ ഭാര്യ തിന്നുന്നു, എന്റെ മക്കൾ തിന്നുന്നു, അതാണ് അവർ പിടിച്ചു നിർത്തുന്നത്. വെള്ളിയാഴ്ച ദിവസം മഗ്രിബിനോട് അടുക്കുന്ന വഖ്ത് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ, വാട്ട് എവർ മൈറ്റ് ബി യുവർ പ്രിപ്പറേഷൻ, ഇഫ് Allah is not supporting you, Allah is not blessing you, your preparation is of no use. എന്ത് ചെയ്യണം? മഗ്രിബിന് വെള്ളിയാഴ്ച, അതിന് പള്ളിയിൽ തന്നെ ഇരിക്കണമെന്നില്ല, കാറിലോ വീട്ടിലോ ഇരിക്കുന്ന സ്ഥലത്ത് വെള്ളിയാഴ്ച ദിവസം മഗ്രിബിന് മുമ്പുള്ള 5 or 10 അല്ലെങ്കിൽ അസറിന് ശേഷം ദുആക്ക് ഇജാബത്തിന്റെ സമയമാണ്. അതിന് പള്ളിയിൽ ഇരിക്കണമെന്നുമില്ല. പെണ്ണുങ്ങൾ വീടുകളിൽ ആവശ്യമുള്ളപ്പോഴെങ്കിലും വെള്ളിയാഴ്ച ആവുമ്പോ മഗ്രിബ് സമയത്ത് കൈ നീട്ടി ചോദിക്കും, മക്കളെ, ആ വാതിലുകൾ ഒരിക്കലും അടയ്ക്കപ്പെടില്ല. അള്ളാഹിനോട് ചോദിച്ചവൻ ഒരിക്കലും പാഴായിട്ടില്ല. ലം യുഹ്ലക് അഹദും അദ്ദുആ. റബ്ബിനോട് പരാതിപ്പെട്ടവൻ ഒരിക്കലും നഷ്ടത്തിലായില്ല. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. അല്ലാഹുവേ, ഞങ്ങളുടെ പാവങ്ങളെ നീ പുറത്തു തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കുക റഹ്മാനെ. അതിലധികം പേരും ഖബറിലാണ് റഹ്മാനെ. അവരുടെ ഖബറുകളെ നീ പ്രകാശിപ്പിക്കുക റഹ്മാനെ. സ്വർഗത്തിന്റെ അഹലുകാരാക്കി റഹ്മാനെ. അതിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സിനെ നൽകി റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ ഖൈറിലാക്കല്ല, റഹ്മത്തിലാക്കല്ല, ആഫിയത്തിലാക്കല്ല. കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന, മദ്രസകളിലും പഠിക്കുന്ന ഞങ്ങളെ മക്കൾ അള്ളാഹുവേ, അവർക്ക് നല്ല ജീവിതം നീ പ്രദാനം ചെയ്യ റഹ്മാനെ. അള്ളാഹുവിനും റസൂലിനും മാതാപിതാക്കൾക്കും പൊരുത്തപ്പെട്ട മക്കളാക്കി റഹ്മാനെ. ഈ നാട്ടിൽ നിന്നും ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും പുറത്തും അകത്തും ഗൾഫിലും ഇവിടെയും അധ്വാനിക്കുന്ന ഒരുപാട് ആളുകൾ അള്ളാഹുവേ, നീ അവർക്ക് റഹ്മത്ത് ചെയ്യല്ലാ, ബർക്കത്ത് ചെയ്യല്ലാ, ആഫിയത്തിന് നൽകല്ലാ. എന്റെ ഈ ശബ്ദം കേൾക്കുന്നവർക്ക്, ആമീൻ ചൊല്ലുന്നവർക്ക് അള്ളാഹുവേ നീ റഹ്മത്ത് ചെയ്യ റഹ്മാനെ, ബർക്കത്ത് ചെയ്യ റഹ്മാനെ, ആഫിയത്തിന് നൽകി റഹ്മാനെ, ഹിദായത്തിന് നൽകി റഹ്മാനെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലൈഹി